ഹായ്, ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എടുത്തോ. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. 2000 എടുത്തൊരു കൈ പൊക്കിക്കേ. ആരുമില്ല, നാണക്കേടാ കേട്ടോ. 2000. ഓക്കെ, 1000. 20,000 ഇട്ടോ. 2000 എന്നാണോ അതോ 20 ഇട്ടെന്നാണോ പറഞ്ഞത്? എന്നാലും സാറില്ല, ബാക്കി പൊക്കിപ്പിടിയല്ലേ. 20 പേരുടെ അനുഗ്രഹം ഒരുമിച്ച് കൊണ്ടുപോയല്ലോ. എടുത്തു. എന്തേ 1000 എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ. നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. എനിക്ക് എന്റെ തരല്ലേ, ഇറങ്ങി വാ. ഇനി 20 ഇടാൻ പറ്റുന്നവർ ഇട്ടോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ, 1,00,000 എടുത്തിടേ. എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? ഈ ദൃശ്യങ്ങൾ ശരിക്കും എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ദൈവത്തിൻ്റെ വചനം പറയേണ്ട സ്ഥലത്തിരുന്നു കൊണ്ട് പണത്തിൻ്റെ പേരിൽ ഇടയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യരെ അവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. ശരിയല്ലേ? എത്രത്തോളം കഷ്ടമാണല്ലേ? യഥാർത്ഥത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് നാം ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്? ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ പോക്കറ്റല്ല എന്നല്ല നാം പഠിച്ചിട്ടുള്ളത് വേദപുസ്തകത്തിൽ. യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ആ പാവപ്പെട്ട വിധവയുടെ 2 കാശിന് ക്രിസ്തു എത്രത്തോളം വലിയ വാല്യൂ നൽകി എന്ന ചരിത്രം നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. സഭ എന്നത് തകർന്ന ഹൃദയങ്ങൾക്കുള്ള ഒരു ഷെൽട്ടറാണ്, അല്ലാതെ പണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലബ്ബൊന്നുമല്ലാതെ. പണം കൂടുതൽ നൽകുന്നവർക്ക് മാത്രം പ്രത്യേക റെസ്പെക്റ്റ് നൽകുന്ന ഈ രീതി തികച്ചും റോങ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് സുവിശേഷ വേല അല്ല, മറിച്ച് പ്യുവർ ബിസിനസ്സാണ്. ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ ഇത്തരം മണി മൈൻഡഡായ പ്രവണതകൾ അവർ തിരിച്ചറിയണം. യഥാർത്ഥ ആത്മീയത എന്നുള്ളത് അത് പണത്തിലല്ല, പാവപ്പെട്ടവരോടുള്ള നമ്മുടെ കെയറിലാണ്. ഇടയൻ എന്നുള്ളവൻ ആടുകളെ സ്നേഹിക്കുന്നവനായിരിക്കണം, അല്ലാതെ അവരെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് മാറുവാൻ പാടില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പണത്തെ അല്ല, യഥാർത്ഥത്തിൽ സത്യമായ ദൈവത്തെയാണ് നാം ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ഫെയ്ത്ത് ഈസ് നോട്ട് ഫോർ സെയിൽ. സഭ എന്നത് ലാഭമില്ലാത്ത ഒരു ഫാമിലിയായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കണം. അതാണ് ദൈവം ഓരോ വിശ്വാസിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടയന്മാരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് നമുക്ക് നല്ലത്. ഗോഡ് ബ്ലെസ്.